ഹായ്, ദാവീദ്. പൊതുവെ ഈ സ്പോർട്സ് മൂവി എടുക്കുന്നവർക്ക് സംഭവിക്കുന്ന പ്രധാന പിഴവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ സ്പോർട്സിൻ്റെ ലെഗസി ഈ സിനിമ എടുക്കുമ്പോഴുള്ള മാസ് മസാലയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ സിനിമയുടെ എലമെൻസിന് വേണ്ടിയിട്ടോ കൊലയ്ക്ക് കൊടുക്കുന്നതാണ്. ഈ ബോക്സിംഗ് എന്ന സ്പോർട്സിൻ്റെ ആത്മാവിനെ വലിയ പരുക്കുകളില്ലാതെ സിനിമയുടെ എല്ലാ എക്സാജറേഷൻസും മേംബോഡികളോടും കൂടെ തന്നെ സ്ക്രീനിൽ വൃത്തിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് റോക്കി പോലുള്ള മൂവീസിനെ ക്ലാസിക് ആക്കുന്നത്. ദാവീദ് എനിക്ക് പൂർണ്ണമായിട്ട് ദഹിക്കാതിരുന്നതിൻ്റെയും കാരണം അത് തന്നെയാണ്. അബു എന്ന മട്ടാഞ്ചേരിക്കാരൻ സാധാരണക്കാരനും അതുപോലെ തന്നെ ബോക്സിംഗ് വേൾഡ് ചാമ്പ്യൻ റഷ്യക്കാരനും തമ്മിലുള്ള കോൺട്രാസ്റ്റ് വളരെ വലുതാണ്. അത് തന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ കല്ലുകടി. മട്ടാഞ്ചേരിക്കാരൻ അബുവിനെ ഇടിച്ചു തോപ്പിക്കണമെന്നുണ്ടെങ്കിൽ റഷ്യയിൽ നിന്ന് വന്ന ഒരു വേൾഡ് ചാമ്പ്യൻ ബോക്സർ തന്നെ വേണം എന്നുള്ളത് ആ എഴുത്തുകാരൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. തമിഴിലെ സർപ്പട്ട പരമ്പരയിൽ നമ്മൾ ഒരേ നാട്ടുകാർ തമ്മിൽ ഇടിക്കുമ്പോൾ ഒട്ടും ആവേശം ചോർന്നു പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ദാവീദിന്റെ പ്ലോട്ടും ഏകദേശം റോക്കി തന്നെയാണ്. ഒരു സാധാരണക്കാരനായിട്ടുള്ള നാട്ടുമ്പുറത്തുകാരന് യാദൃശ്ചികമായിട്ട് ഒരു വേൾഡ് ക്ലാസ് അല്ലെങ്കിൽ ഒരു വേൾഡ് ചാമ്പ്യനായിട്ട് ബോക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു അവസരം വന്നു ചേരുന്നതിലും ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബോക്സറോട് ഫൈറ്റ് ചെയ്യുമ്പോൾ ആ അവസരത്തിൽ പതിയിരിക്കുന്ന അപകടവും അതുപോലെ തന്നെ ആ അവസരത്തിൽ അതേപോലെ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ചില ഓപ്പർച്യൂണിറ്റീസുമാണ് ഈ കഥയുടെയും പ്ലോട്ട്. ഈ പടത്തിലെ ആക്ഷൻ രംഗങ്ങൾ, അതായത് ബോക്സിംഗ് റിങ്ങിലെ ബോക്സിംഗ് രംഗങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അതിനകത്തുള്ള ലൈറ്റിങ്, അതുപോലെ തന്നെ അതിൻ്റെ ക്യാമറ, അതുപോലെ തന്നെ അതിൻ്റെ കളർ എല്ലാം ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇന്റർവെല്ലിന് തൊട്ട് മുമ്പ് അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ വളരെ കുറച്ചെടുത്തും അല്ലാതെ ഒരു പ്രതീക്ഷ ഹൈ കിട്ടിയില്ല എന്നുള്ളതാണ് എനിക്ക് ഈ പടത്തെ സംബന്ധിച്ച് വളരെ നിരാശ തോന്നിയ കാര്യം. ഈ ഇന്റർവെല്ലിന് മുമ്പുള്ള ഒരു ഹൈയുടെ കാര്യം പറഞ്ഞല്ലോ, അതൊരു 1.5 ഹൈ ആയിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അതുപോലൊരു സാധനം ക്ലൈമാക്സിലേക്കും അല്ലെങ്കിൽ പടത്തിന്റെ സെക്കൻഡ് ഹാഫിൽ ഏറ്റവും അവസാനത്തേക്കും കൊണ്ടുവരാൻ പറ്റിയിരുന്നെന്നുണ്ടെങ്കിൽ പടം വേറെ ലെവലായേനെ. പിന്നെ എല്ലാ ഈ ബോക്സിംഗ് പടങ്ങളെ പോലെ തന്നെ അവസാനത്തെ ഫൈറ്റിന് മുമ്പ് ഒരു പരിശീലനം, ഒരു കോച്ച്, തകൃതിയായിട്ടുള്ള പരിശീലനമൊക്കെ ഇതിനകത്തുണ്ട്. അതിനകത്ത് കളരി, സ്വിമ്മിങ് എന്ന് വേണ്ട ക്യൂബൻ ബോക്സിംഗ് വരെയുള്ള എല്ലാ സാധനവും ഇറക്കിയിട്ടും സത്യം പറഞ്ഞ ഒരു മെനയായില്ല. ആ ഒരു പരിശീലനത്തിന്റെ പാർട്ട് എനിക്ക് തീരെ വർക്കായില്ല. ഈ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഉള്ള ഭാഗമൊക്കെ ഓവർ കുക്കായതുപോലെയാണ് എനിക്ക് തോന്നിയത്. ചില ഭാഗങ്ങളെല്ലാം നന്നായിട്ട് ക്രിഞ്ചടിച്ചു. അതായത് ഈ ഓരോ ഓവറിൽ 30 റൺ വേണ്ടപ്പോൾ നായകൻ സ്വന്തം ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും കോച്ചിൻ്റെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് 5 സിക്സ് അടിച്ച് ജയിപ്പിക്കുമല്ലോ. ഏകദേശം ആ ഒരു ലെവല് സാധനത്തിലേക്കാണ് ഇത് അവസാനം വന്നെത്തി നിൽക്കുന്നത്. പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പെപ്പെ നല്ല ഭംഗിയായിട്ട് തന്നെ പെപ്പയുടെ റോള് ചെയ്തിട്ടുണ്ട്. നോർമൽ പെപ്പ തന്നെ ഇടിക്കൊക്കെ നല്ല കിൻഡൽ പവർ, ഇടിയുടെയൊക്കെ ഒരു സ്റ്റൈലും അതുപോലെ തന്നെ ഇടിയൊക്കെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഫൈറ്റ് സീൻസ്, പ്രത്യേകിച്ചും ആ ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പുള്ള ഫൈറ്റ് സീൻസൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. പെപ്പെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനീ പറഞ്ഞ പോരായ്മകളൊക്കെ കഥയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതേപോലെ ലിജോ മോള്, ഷൈജു കുറുപ്പ് ഒക്കെ നോർമലായിട്ട് അവരുടെ പെർഫോമൻസ് നോർമലായിട്ട് തന്നെ വൃത്തിക്ക് തന്നെ ചെയ്തു പോയിട്ടുണ്ട്. വിജയരാഘവൻ കിട്ടിയ റോള് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ കയ്യിൽ എന്ത് റോള് കിട്ടിയാലും ഭദ്രമാണെന്നുള്ളത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് പുള്ളി. അതുപോലെ തന്നെ വിജയരാഘവനെ പൂർണ്ണമായിട്ട് സംവിധായകൻ ഉപയോഗിച്ചില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. പുള്ളിയുടെ ഒരു പവറും ഒരു കോച്ച്, ബോക്സിംഗ് കോച്ച് എന്നൊക്കെ ഉള്ളൊരു പവർ പുള്ളിക്ക് കൊണ്ടുവരാനായിട്ട് പുള്ളിയുടെ അപ്പിയറൻസിലും ബോഡി ലാംഗ്വേജിലൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അവസാനത്തെ കുറെ ക്രിഞ്ച് സാധനങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് ആ ക്യാരക്ടറിൻ്റെ ഒരു വില കളഞ്ഞു അല്ലെങ്കിൽ ആ ഡെപ്ത് കളഞ്ഞു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ചെറിയ ചെറിയ റോളിൽ വരുന്നവരുടെ ഒന്നും കാസ്റ്റിംഗ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരു ആശാന്റെ കൂടെ വരുന്ന ഒരു ശിഷ്യന്റെ ഒരു പഞ്ച് ഡയലോഗൊക്കെ ഉണ്ട്, അതൊന്നും അത്ര അങ്ങോട്ട് ഏഷ് ചെയ്തായിട്ട് എനിക്ക് തോന്നിയില്ല. അതുപോലെ തന്നെ അജു വർഗീസിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, അത് എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് വർക്കൗട്ട് ആയില്ലെന്നാണ് എനിക്ക് തോന്നിയത് അവസാനം വന്നിട്ട്. മൊത്തത്തിൽ ഇന്റർവെൽ കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ ലെവലിലേക്ക് പോകുന്ന പ്രതീക്ഷിച്ച ഒരു പടം ശരിക്കും പറഞ്ഞ ഒരു മട്ടാഞ്ചേരി റോക്കിലേക്ക് ഒതുങ്ങുകയാണ് ഉണ്ടായത്. എനിക്കൊരു ആവറേജ് അനുഭവം മാത്രമാണ് ഈ പടം തന്നത്. ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ടായിരുന്ന ഒരു പടമായിരുന്നു. കുറച്ച് മിനിമലിസ്റ്റിക് ആക്കിയിരുന്നെങ്കിൽ, കുറച്ച് ക്രിഞ്ച് സാധനങ്ങളൊക്കെ മാറ്റി അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നുണ്ടെങ്കിൽ വേറെ ലെവലാക്കാമായിരുന്ന ഒരു പടമായിരുന്നു. ആ സ്റ്റോറി ലൈനിലൊക്കെ സെയിം തന്നെ മതിയായിരുന്നു. മീൻസ് എല്ലാ ബോക്സിംഗ് പടങ്ങളോ അല്ലെങ്കിൽ എല്ലാ സ്പോർട്സ് പടങ്ങളോ ഇതൊക്കെ തന്നെയാണ്. പക്ഷെ അത് എടുത്ത രീതി, അത് പ്രസൻറ്റ് ചെയ്ത രീതിയിലാണ് എനിക്ക് പാളിച്ചകൾ തോന്നിയത്. ക്രിഞ്ച് അടിക്കാനായിട്ട് അവസരങ്ങൾ ഉണ്ടാക്കി വെച്ചതുപോലെ എനിക്ക് പലയിടത്തും തോന്നി. അവിടെയാണ് നമ്മുടെ ബേസിൽ ജോസഫ് ഒരു സൂപ്പർ ഹീറോ മൂവി കേരളീകരിച്ച് മലയാളിവൽക്കരിച്ച് നമ്മുടെ നാടൻ സെറ്റപ്പിൽ എങ്ങനെ കൺവിൻസിങ് ആയിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതിൻ്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.